വിശദമായ വാർത്തകളിലേക്ക്. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം ഇന്ന് തുടരും. ഇന്നലെ രാത്രിയോടെ കരടി പനമരം ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. പ്രദേശത്തെ 2 വീടുകളിൽ കരടി എത്തി. പാലിയാണ പ്രസാദിന്റെ വീട്ടിലെ CCTVയിൽ കരടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഷിബു CV ചേരുന്നു. ഷിബു, വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ ഇന്ന് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യമുണ്ടാകും. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? വൃന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തന്നെ കരടിയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 3 ദിവസമായി വടക്കേ വയനാട്ടിൽ പ്രത്യേകിച്ച് മാനന്തവാടിയിലും പരിസര പ്രദേശങ്ങളിലും ഭീതി പരത്തുന്ന കരടി വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം ഓരോ മണിക്കൂറിലും കിലോമീറ്ററുകളാണ് കരടി കുതിച്ചു പായുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്ത് കരടിയെ ഇന്ന് കണ്ടാൽ മറ്റൊരു പ്രദേശത്താണ് നാളെ രാവിലെ കാണുന്നത്. ഇന്നലെ പാലിയാണ പ്രദേശങ്ങൾ, കൊമ്മയാട്, പാലിയാണ, കരിങ്ങാലി പ്രദേശങ്ങളിലായിരുന്നു കരടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ വനപാലകർ തിരച്ചിൽ നടത്തുകയും കരടിയെ മയക്കുവെടി വെച്ച് പിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെ കാണാമലയത്തേക്ക് പോയ കരടി പിന്നീട് രാത്രി 10:30 കൊമ്മയാടിനടുത്തുള്ള മാങ്ങാണി എന്ന് പറയുന്ന ുള്ളത് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ കരടിയെ പല ഭാഗത്തായി കാണുന്നത് ആശങ്ക പരത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും കാണുന്നത് ഒരു കരടി തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതുവരെ മനുഷ്യന് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ലെങ്കിലും ഭക്ഷണ സാധനങ്ങൾ, വെളിച്ചെണ്ണ, പഞ്ചസാര തുടങ്ങിയവ മോഷ്ടിക്കുന്ന ഒരു പതിവാണ്, അടുക്കളയിലേക്ക് കയറുന്ന ഒരു പതിവാണ് ഈ കരടിക്ക് 2 ദിവസമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഇതുവരെ കണ്ടിട്ടില്ല. എങ്കിലും ജനങ്ങൾ ആശങ്കയിലാണുള്ളത്, നാട്ടുകാർ ഭീതിയിലാണുള്ളത്. ഈ ഭീതി അകറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് വേണ്ടി നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവലിന്റെയും സൗത്ത് വയനാട് DFO ഷജന കരീമിന്റെയും ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസിന്റെയും നേതൃത്വത്തിലുള്ള RRT സംഘമാണ് ഇപ്പോൾ പനമരം പ്രദേശത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ അതേപോലെ തന്നെ ഇന്നലെയും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. എന്നാലും ആ ഒരു ശ്രമം പരാജയപ്പെടുകയായിരുന്നു. ഇന്നും അതേപോലെ കരടി കൂട്ടിലാകുമോ? അതായത് കരടി ഇന്നലെ ഇത് പല കുന്നിൻ പ്രദേശങ്ങൾ അടങ്ങിയ ഒരു വയലും അടങ്ങിയ സ്ഥലമാണ് ഇത്. ഒരു കുന്നിന് മുകളിൽ നിന്ന് മറ്റൊരു കുന്നിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ആ സമയത്ത് കുന്നിന്റെ മുകളിൽ നിന്ന് മയക്കുവെടി വെക്കാൻ പാകത്തിന് പടക്കം പൊട്ടിച്ച് കരടിയെ പുറത്തു ചാടിക്കാനുണ്ടത്. പുറത്തു ചാടിച്ച ഉടനെ വയലിലൂടെ കരടി ഓടി മറ്റൊരു കുന്നിന് മുകളിലേക്ക് കയറിയതാണ് മയക്കുവെടി വെക്കാൻ കഴിയാതെ വന്നത്. 3-4 തവണ ഉദ്യോഗസ്ഥർ മയക്കുവെടി വെക്കുകയും ചെയ്തെങ്കിലും കരടിക്ക് കൊണ്ടില്ല, കുതിച്ചു പായുകയാണ് കരടി. അതാണ് ഇതിന് കാരണമായത്. മറ്റൊരു കാര്യം കൂടി നമുക്ക് പ്രധാനപ്പെട്ട സൂചിപ്പിക്കാനുള്ളത്, വയനാട്ടിൽ കരടി മാത്രമല്ല, ഇന്ന് രാവിലെ പുറത്തു വരുന്ന മറ്റു വാർത്തകൾ പേരിയ നെടുമ്പൊയിൽ ഭാഗത്ത് വാഹനങ്ങളിൽ വരുന്ന ആളുകൾ കാട്ടുപോത്തിനെ റോഡരികിൽ കണ്ട ഒരു കാഴ്ചയുണ്ടായി. അതുപോലെ തന്നെ ഇന്നലെ രാത്രി തന്നെ കൽപ്പറ്റ നഗരത്തിനടുത്ത് മറ്റൊരിടത്ത് കാട്ടുപോത്തിനെ കണ്ട സംഭവം ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം കാട്ടുപോത്തിന്റെയും മറ്റും ദൃശ്യങ്ങൾ പടരുന്നുണ്ട്. ഇതിനിടെ ഇന്നലെ തന്നെ 2 ഭാഗത്ത് കടുവയുടെ ശല്യവും ഉണ്ടായിരുന്നു. ചെതലയം ഭാഗത്ത് പശുവിനെ ആക്രമിച്ചിരുന്നു. മേപ്പാടി ഭാഗത്തും കടുവ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച ഒരു സാഹചര്യം ഉണ്ടായി. വയനാടിന്റെ പല ഭാഗത്തും ഇപ്പോൾ കടുവ, പുലി, കാട്ടാന എന്നിവയുടെ ശല്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 3 ദിവസമായി കരടിയുടെ ഭീതി കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഷിബു, അതേപോലെ തന്നെ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടുകൂടി തന്നെ കരടി ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടുകൂടി തന്നെ ജനങ്ങൾക്ക് വേണ്ടത്ര ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ജനങ്ങളോട് കൂട്ടം കൂട്ടരുതെന്നും കരടിക്ക് പിന്നാലെ ഓടരുതെന്നുമുള്ള നിർദ്ദേശങ്ങളെല്ലാം പോലീസും വനംവകുപ്പ് അധികൃതരും നൽകിയെങ്കിലും കൗതുക കാഴ്ചയായതിനാൽ തന്നെ ആളുകൾ കൂടുന്ന ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ഈ പ്രദേശത്തൊന്നും ഇതിനു മുമ്പ് ഇങ്ങനെ കരടിയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കടുവയുടെയും പുലിയുടെയും കാട്ടാനയുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടെങ്കിലും കരടി ഈ പ്രദേശത്ത് വരുന്നത് പതിവില്ലാത്തതിനാൽ, ജനവാസ കേന്ദ്രമായതിനാലും വനമേഖല അല്ലാത്തതിനാലും ഒക്കെ കൗതുക കാഴ്ചയായതിനാൽ ജനങ്ങൾ ഈ കാഴ്ച കാണാൻ വേണ്ടി ഓടിക്കൂടുന്ന ഒരു പതിവ് ണ്ട്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വഴി സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കരടിയുടെ ദൃശ്യങ്ങളൊക്കെ പകരുകയും ദൃശ്യങ്ങൾ പകർത്താനുള്ള ശ്രമമൊക്കെ നാട്ടുകാർ നടത്തുന്നുണ്ട്. ചെയ്യരുതെന്ന് വനപാലകരും അതുപോലെ പോലീസും നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ഈ കർശന നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെടുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അത് നാട്ടുകാരെ നമ്മൾ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഇത് സംബന്ധിച്ച് ഒരു കൗതുകം ഉണ്ട്. ഒരു തരത്തിൽ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വനപാലകരെ സഹായിക്കാൻ എന്ന തരത്തിലും ആളുകൾ കൂടുന്നുണ്ട്. ഇതിന് ഒരു പരിധിവരെ ചെറുത്തു നിന്നുകൊണ്ട് ഈ കരടിയെ മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമമാണ് വനപാലകർ നടത്തുന്നത്.
വ്യക്തമാണ്. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരും. ഇന്നലെ രാത്രിയോടെ കരടി പനമരം ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. പ്രദേശത്തെ 2 വീടുകളിൽ കരടിയെത്തി. പാലിയാണ പ്രസാദിന്റെ വീട്ടിലെ CCTVയിൽ കരടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. കൂടാതെ തന്നെ വയനാടിന്റെ വിവിധ മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമാണ്. ആന, കാട്ടുപോത്ത്, കടുവ, അവസാനമായി കരടി വരെ എത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്നും ഷിബു.